സൂപ്പർ മാർക്കറ്റ്സിൽ കിട്ടുന്ന ഇൻസ്റ്റൻറ്റ് സൂപ്പ് മിക്സ്ചർ വെച്ചിട്ടാണ് നിങ്ങൾ സൂപ്പ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം സിമ്പിളാണ്. ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ട് കുറച്ച് ഗാർലിക്ക് ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന സവാള ഇട്ട് വീണ്ടും ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ച് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. പാനിലേക്ക് എല്ലാ വെജിറ്റബിൾസും ആഡ് ചെയ്ത് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഒരുപാട് നേരം ഇട്ട് നമ്മൾ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ 2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെജിറ്റബിൾസ് ഒരു 90% കുക്കായതിനു ശേഷം 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തിക്കായിട്ടുള്ള സൂപ്പാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾക്ക് ഈ കോൺഫ്ലോർ സ്ലറി അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എഗ് ഡ്രോപ്പ് സൂപ്പാണ്. അപ്പോൾ ഒരു എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സൂപ്പ് മിക്സ്ചറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പും കുരുമുളകും ഒക്കെ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ടേസ്റ്റ് പ്രിഫറൻസ് അനുസരിച്ച്. നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ചതായാലും ചേർത്ത് കൊടുത്താൽ മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് സൂപ്പ്. കുട്ടികൾക്ക് വെജിറ്റബിൾസ് ഒന്നും കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇതുപോലെ സൂപ്പായിട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നായിട്ട് കഴിച്ചോളും. എല്ലാം നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ലാസ്റ്റ് വിനീഗറോ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. സൂപ്പ് എപ്പോഴും ചൂടോടെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം അടിപൊളിയാണ് കേട്ടോ.